ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിറയുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അതായത് മെയിൻ തിറയുള്ള ദിവസം. അങ്ങനെ ആദ്യത്തെ ദിവസം താലപ്പൊലി എഴുന്നള്ളത്തൊക്കെ ആയിരുന്നു. രണ്ടാമത്തെ ദിവസമാണ് വെള്ളാട്ടവും തിറകളൊക്കെ. ഇതിപ്പോൾ വെള്ളാട്ടാണ്, ഭഗവതീൻ്റെ വെള്ളാട്ടാണ്. പകൽ ഫുള്ളായിട്ട് വെള്ളാട്ടമായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 3 മണി 4 മണി ആയപ്പോഴാണ് വന്നത്. അപ്പോൾ ഭഗവതീൻ്റെ വെള്ളാട്ട് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉപ്പിലിട്ട് വെച്ചത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു കൊതി തോന്നിയിട്ട് കുറച്ച് നെല്ലിക്ക ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതും പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ മാങ്ങ കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കാണുമ്പോൾ അത് ചെറിയൊരു ക്രേവിങ്സ് തന്നെയാണല്ലോ. അങ്ങനെ അതെല്ലാം കഴിച്ച് മോനൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. അതിന് തന്നെ ചെറിയ മക്കളായതുകൊണ്ട് ഐസ്ക്രീം കണ്ടാൽ പിന്നെ അത് വിടുമല്ലോ. പിന്നെ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പകലായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ അപ്പം തന്നെ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ രാത്രി തിറ സമയമാകുമ്പോഴത്തേക്കാണ് വന്നത്. പിന്നെ ആദ്യം തന്നെ മലക്കാരീൻ്റെ തിറയായിരുന്നു. മലക്കാരീൻ്റെ തിറ പറയുമ്പോൾ അത് തുടങ്ങണമെങ്കിൽ തന്നെ ഒരു 8:30 9 മണി എങ്ങാനായി. അപ്പോൾ 11 കുംഭം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർ കുംഭം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. മലക്കാരീൻ്റെ തിറ പുറപ്പെട്ടു. അതിനു മുമ്പുള്ള വെള്ളാട്ട് തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുംഭങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്ന് അങ്ങനെ 11 കുംഭം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. എന്നുവെച്ചാൽ ഇത് ഓരോരുത്തർ നേർച്ച ചെയ്യുന്ന കുംഭങ്ങളാണ്. അപ്പോൾ ഓരോരുത്തർ നേർച്ച പറഞ്ഞിട്ട് കൊണ്ടുവന്ന കുംഭങ്ങളാണിത്. അങ്ങനെ 11 നേർച്ചകളുണ്ടായിരുന്നു, 11 കുംഭങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ബേക്കോട്ടായിരുന്നു കേട്ടോ. ബേക്കിലേക്കായിരുന്നു ഞങ്ങൾ ഇരുന്നത്. അപ്പോഴത്തേക്കും മുമ്പിലെല്ലാവരും വന്ന് നിന്നു. എല്ലാവരും അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുംഭങ്ങളെല്ലാം വന്ന ശേഷം 11 കുംഭങ്ങളായ ശേഷം പിന്നെ ചെറിയൊരു വെടിക്കെട്ടുണ്ടായിരുന്നു. ചെറിയൊരു ആകാശവിസ്മയം. അങ്ങനെ 11 കുംഭങ്ങളും ആകാശവിസ്മയമൊക്കെ ആയിട്ട് കഴകം ആകെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. പിന്നെ മലക്കാരി ദേവൻ്റെ കൂടെ കുറേ അനുയായികളായിട്ട് അവരും ഉണ്ടായിരുന്നു. അങ്ങനെ മലക്കാരി ദേവൻ്റെ തിറ കുറച്ച് നേരം നീണ്ടു നിന്നത് പിന്നെ എത്ര സമയമാണ് എങ്ങനെ എടുത്തതറിയില്ല. എന്നുണ്ടോ ഇതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അങ്ങനെ ഓരോരുത്തർ കുംഭം നീക്കി കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ കൂടെ മലക്കാരി ദേവനും പോകുന്നുണ്ട്. എല്ലാവർക്കും മലക്കാരി ദേവൻ്റെ അനുഗ്രഹം കിട്ടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സജ്ജനങ്ങളെ മലക്കാരി ദേവന്റെ ഭക്തരായ മാലതി, ശിവമിത്ര, രാജി, ഷിബു എന്നീ ഉത്സവാഘോഷ കമ്മിറ്റി ഒരുമിച്ച് മലക്കാരി ദേവന്റെ സന്നിധിയിൽ കുടികൊള്ളുന്ന ഏത് ദേവന്മാരെ മലക്കാരി ദേവ അനുഗ്രഹം നൽകണമെന്ന് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. മലക്കാരി ദേവന്റെ അത് കഴിഞ്ഞാൽ ക്രിയാത്മകതയാണ്. പ്രിയ ഭക്തജനങ്ങളെ, ഒരു നാടൻ പൂങ്കോഴിയാണ് ജനകീയലെല്ലാം നൽകുന്നത്. പിന്നെ കണ്ട കാഴ്ചയാണ് ഇത്.
നമ്മളെന്താ പറയുക, ഈ പുലികൾ എന്നൊക്കെ പറയും കേട്ടോ. ഇവർ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ചോദിച്ച് വാങ്ങുന്നുണ്ട്. അവർ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ ചോദിച്ച് വാങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളടുത്തും എത്തി. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ഓരോന്ന് കൊടുത്തു. അപ്പം കൊടുക്കാത്തവരുടെ അടുത്തുനിന്നും അവരിങ്ങനെ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. ഇതിന് എന്താ പേര് പറയുക, പുലിന്ന് ഞാൻ തോന്നുന്നു കേട്ടോ പേര് പറയാം, കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ അവരോടൊക്കെ ഓരോരുത്തരോട് ചോദിച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഓരോ ഡാൻസൊക്കെ കളിച്ച് തരുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള തിറയായിരുന്നു കരിയാത്തിൻ്റെ തിറ. അങ്ങനെ മലക്കാരി തിറ കഴിഞ്ഞിട്ട് കരിയാത്തിൻ തിറ ഈ തിറക്കളത്തിൽ താനിയോട് തറവാടിൽ ആദ്യമായിട്ടാണ് കരിയാത്തിൻ്റെ തിറ നടത്തുന്നത്. അങ്ങനെ ഇപ്രാവശ്യം ഒരു തിറയും കൂടി കൂടുതലാണ് കരിയാത്തിൻ്റെ തിറ. അങ്ങനെ കരിയാത്തിൻ്റെ തിറയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പോയി എന്ന് വേണേൽ പറയാം. എന്താ പറയുക, ഒരു കുഴപ്പവും കൂടാണ്ട് ഭംഗിയോടെ തിറയൊക്കെ നടന്നു. പിന്നെ കരിയാത്തിൻ്റെ തിറ കഴിഞ്ഞപ്പോൾ തന്നെ ഭഗവതീൻ്റെ തിറ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഭഗവതി നല്ല കരിമ്പിൽ ഭഗവതിയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ കരിമ്പിൽ ഭഗവതീൻ്റെ തിറ ഇത് തുടങ്ങി. ഈ ഭഗവതീൻ്റെ തിറയൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ 1 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 മണി എത്ര മണിയോ ആയിട്ടുണ്ടായിരുന്നു, 2 മണിയാവും, അങ്ങനെ എത്രയോ സമയമായിട്ടുണ്ടായിരുന്നു. നല്ല ആക്രോശിച്ച് ഭഗവതി. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ പറയും, ഇവർ കൈവിട്ട് പോയാൽ പിന്നെ കാട് കയറിപ്പോയാൽ പിന്നെ കിട്ടില്ല എന്നൊക്കെ പറയും. അതുകൊണ്ട് വാളണ്ടിയേഴ്സൊക്കെ നല്ല ശ്രദ്ധാലുക്കളായിട്ടായിരുന്നു നിന്നത്. എന്നാലും എന്താ പറയുക, അവരുടെ കണ്ണ് വെട്ടിച്ച് ഓടാനൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കേട്ട് പിടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ ചെയ്യുന്നത്. അതൊക്കെ ഞാനിവിടെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭഗവതീൻ്റെ തിറയ്ക്കും ആകാശവിസ്മയം ഉണ്ടായിരുന്നു. കുറച്ച് നേരം ആകാശവിസ്മയങ്ങളൊക്കെ ചെറിയ തോതിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കരിമ്പിൽ ഭഗവതി ഈ ആൾക്കാരെ കൊണ്ട് ചെവിയിൽ കൂക്കിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഈ വീഡിയോസിലൊക്കെ കാണുന്നല്ലാണ്ട് എന്താ പറയുക, അവരൊക്കെ പിടിച്ചൊലച്ച് കൂക്കിക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരെ കൂക്കാത്തവരെയൊക്കെ പേടിപ്പിച്ച് കൂക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭഗവതീൻ്റെ തിറ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭഗവതീൻ്റെ തിറ കഴിഞ്ഞപ്പോൾ തന്നെ 3 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോന് ഭഗവതിക്ക് പട്ട് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ അത് തീർന്നപ്പോൾ തന്നെ ഞങ്ങൾ ഭഗവതിക്ക് പട്ടും കൊടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു 4 മണിയായി. അങ്ങനെ ബാക്കിയുള്ള തിറകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള തിറകളൊന്നും ഞങ്ങൾ കാണാൻ നിന്നില്ല, മക്കളും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ബാക്കിയുള്ള തിറകളൊന്നും കാണാൻ നിന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.